ഹായ് ഹലോ. അപ്പോൾ ഞാൻ മീൻകറിയാണ് വെക്കാൻ പോകുന്നത്. മീൻകറി വെക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരത്ത് മീൻകറിയും ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് വിചാരിച്ചിരുന്നു. അപ്പോൾ പനിയാണ്, അതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. മീനൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കവർന്ന് എടുക്കുകയാണ്. അയിലയാണ് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിക്കണം. അപ്പോൾ നമുക്കറിയാം, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക്, തക്കാളി, സവോള, കറിവേപ്പിലയൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഞാൻ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ചു. അപ്പോൾ എണ്ണ ഒഴിക്കുന്ന വീഡിയോ നിർത്തില്ല, ഞാൻ മീൻകറി വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അരി വയ്ക്കുന്നതല്ല, വാളമീൻ കറി വയ്ക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതും കൂടി ഞാൻ വെറുതെ വൈകുന്നേരത്തെ ചപ്പാത്തിയും മീൻ കറി ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വെച്ചിട്ട് വീഡിയോ ഇട്ടാണ്. നമ്മൾ സാധാ എല്ലാവരും വയ്ക്കുന്ന പോലെ തന്നെയാണ് എല്ലാവരും വയ്ക്കുന്ന മീൻ കറി തന്നെയാണ് വയ്ക്കുന്നത്. അപ്പം നമ്മൾ പാലക്കാട് ആയതുകൊണ്ട് പാലക്കാട് സ്റ്റൈലിലാണ് വയ്ക്കുന്നത്. നമ്മൾ കുടംപുളിയൊന്നും ഇടാണ്ട് ഒഴിച്ചിട്ടാണ് വയ്ക്കുന്നത്. നമ്മൾ സവോളയുടെ പകരം ചെറുള്ളിയിട്ടും കറി വയ്ക്കും. അപ്പോൾ എനിക്ക് ചെറുള്ളില്ല, അപ്പോൾ സവോള ഇട്ടിരിക്കണം. പിന്നെ ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ട് ഞാൻ പുളി എടുത്തിരിക്കണം. ഇത് നമുക്ക് ഒരു വർഷം കായ പുളിയാണ്, അതുകൊണ്ടാണ് ഞാൻ കറുത്തിരിക്കണത് പുളി. പിന്നെ ഞാൻ ചപ്പാത്തി മാവ് കുഴയ്ക്കണ വീഡിയോ ഒന്നും എടുത്തില്ല, ഉരുളാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന വീഡിയോ എടുത്തിരുന്നു. പിന്നെ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ സാധാ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടായിരുന്നു, അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ കുറച്ചിരുന്ന വീഡിയോ എടുത്തത്. നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു പൊടികളൊക്കെ. അപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്നതൊക്കെ മാറിപ്പോവുകയൊക്കെ ചെയ്യും. പിന്നെ പെട്ടെന്ന് അങ്ങനെ വോയിസ് റെക്കോർഡൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് മാറുന്നതാണ്. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. പിന്നെ തക്കാളി നമുക്ക് പൊടികളൊക്കെ സവോളയൊക്കെ വാട്ടുന്നതിൻ്റെ ഒപ്പം ഇടാം, ഇത് ലാസ്റ്റ് ഇടാം. അപ്പം ഞാൻ ലാസ്റ്റാണ് ഇട്ടത്. അപ്പോൾ ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. വലിയ ഷേപ്പൊന്നുമില്ല, ഞാൻ ഒരുവിധം ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പറ്റിയതാണ്. അപ്പോൾ ഒരുവിധം കറിയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് വഴറ്റി. അപ്പോൾ ഇപ്പം ഞാൻ മീനിടുകയാണ്. നമ്മൾ മീനിട്ട് ഞാൻ അധികം സമയം നമ്മൾ വെക്കില്ലല്ലോ. അപ്പം ഞാൻ ഒട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ആദ്യം തന്നെ. ഞാൻ മീൻ മുറിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഇട്ടു. പിന്നെ കറിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്, എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ കറി ഒരുവിധം ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും കറി ആയി കാണും. അതിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്ക് കറിയായി. അപ്പോൾ നമ്മളിനി വൈകുന്നേരത്ത് കഴിക്കാൻ പോകണം. അപ്പോൾ ഏട്ടൻ ജോലി കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് കഴിക്കുന്നത്. നമ്മൾ ചപ്പാത്തിയും മീൻ കറിയും കൂടി കഴിച്ചു. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട് ചപ്പാത്തി മീൻ കറിയും. പക്ഷേ എനിക്ക് കൂടുതൽ ചപ്പാത്തിനെക്കാട്ടും പൊറോട്ടയും മീൻ കറി കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം.